ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭയങ്കര റാൻഡമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ റൂമിൻ്റെ ചെറിയൊരു പോർഷൻ ചെറുതായിട്ട് മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റാൻഡം വ്ളോഗ് പോലെ ആക്കിയിട്ട് എടുക്കാമെന്ന്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ബ്രഷ് പെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു 6 പീസ് വരുന്നൊരു സെറ്റ്. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് പതിക്കും ഞാൻ ജേണലൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ശരിക്കും മഴയൊക്കെ പോയിട്ട് സണ്ണ് നല്ലപോലെയൊക്കെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കാം, ഞാൻ ഇനി വെയിറ്റ് ചെയ്ത് നിന്നാൽ കുറേ ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ എടുക്കാൻ വിചാരിച്ചത്. അപ്പം ഈ ഒരു പോർഷനാണ് ഞാൻ എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ മുന്നേ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ മേലെ കുറേ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പിക്ചർ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു മോഡലൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന്. അപ്പോൾ 2 മണി പ്ലാന്റും പിന്നെ ഞാൻ ആ ഡിസ്കോ ബോളും കൂടെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ സൈഡ് കോർണറിലായിട്ടും ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അത് താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പം കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നി. അപ്പോൾ ഇപ്പം വെക്കുന്ന മണി പ്ലാന്റ് ഒക്കെ ഞാൻ ഗ്ലാസ്സിൽ വെള്ളമാക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം എൻ്റെ ടേബിളുമുള്ളത് ഞാൻ ഓൾറെഡി പ്ലാന്റ് ചെയ്തതാണ്. അതുകൊണ്ട് അതിന് ഭയങ്കരമായിട്ട് എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുകയൊന്നും വേണ്ട, ഈ വെള്ളം കുറയുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. പിന്നെ ആ ഒരു വാളും കൂടെ ഞാൻ എന്തെങ്കിലും ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ടേബിളിലേക്ക് വേണ്ടിയിട്ട് കുറേ വാൾപേപ്പേഴ്സ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് റാൻഡമായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ 3 എണ്ണമാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. കുറേ എണ്ണം ആയാൽ ഒരു വലിയ സുഖം ഉണ്ടാവില്ല തോന്നി. അപ്പം ഈ ഒരു 3 പിക്ചേഴ്സായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ഈ ഒരു വാഷി ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ അതിന് മുന്നേ കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടപ്പം നല്ലതായിട്ട് സൺലൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് എടുത്തപ്പോഴും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ തീരെ സൺലൈറ്റ് ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് വെളിച്ചമുണ്ട്, അതേപോലെ തന്നെ പോകുന്നുമുണ്ട്. അപ്പം ഞാൻ ആ വെളിച്ചം വരുന്ന ടൈമിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു സൈഡ് കോർണറിലെ മേക്ക് ഓവർ എന്ന് പറയുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഗപ്പീനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ ടേബിളൊക്കെ മെസ്സായി. അപ്പോൾ ഒന്നും കൂടെ ഞാൻ അറേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു ബ്രഷ് പെന്ന് മേടിച്ചിട്ട് ഞാൻ ഒരു വട്ടാണ് ജേണൽ ചെയ്തത്. ഗ്രിഡ് പേപ്പർ പോലെ വരച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ജേണലും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബെഡ്മ നിന്നിട്ട് തന്നെയാണ് ഈ ഒരു ജേണൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സൺലൈറ്റാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഡെസ്ക് സൈഡിലേക്ക് മാറ്റിയും കൂടെ ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വല്ലാതെ അങ്ങനെ വെളിച്ചം വരില്ല. അപ്പം കുറച്ചും കൂടെ പിന്നെയും കിട്ടുന്നത് ഈ ഒരു ബെഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ ബെഡിൽ തന്നെ ജേണലും കൂടെ ചെയ്യാമെന്ന്. ഈ ഒരു ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജേണൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രിൻറ്റിൻ്റെ കണ്ണിൽ പെട്ട്. കാരണം ഇത് ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തതായിരുന്നു. അതിൽ പിന്നെ ഞാൻ അത് 2 പ്രിൻ്റ് എടുത്തപ്പോൾ ഞാൻ 1 മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റേത് അങ്ങനെ വേസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ പെയിൻറ്റിങ്ങിനെ വെച്ചിട്ടുള്ള ഒരു ജേണൽ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെയാണ് ഈ ഒരു തീമിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ കുറച്ചും കൂടെ ആക്റ്റീവാണ്. ഈ ഒരു സെലനോഫിലിൻ്റെ ഇതിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ റാൻഡം ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ അതിൽ വീഡിയോ ഇടാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം അക്കൗണ്ട്. പിന്നെ ജേണലിൽ ഞാൻ കുറച്ച് ഈ ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് കോട്ടും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഞാൻ ബ്രഷ് പെന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര റാൻഡമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയൂല. മെയിനായിട്ട് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോർണറിൻ്റെ മേക്ക് ഓവർ ആയിരുന്നു. അപ്പോൾ അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു PPT ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ഒരു അസൈൻമെൻ്റ് ആയിട്ട് തന്നതായിരുന്നു, അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ക്ലിപ്പിൽ ഞാൻ ഈ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെയാണ് ആ 2 കളറായിട്ട് കാണുന്നത്. പിന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂഡും കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഓർമ്മ വരുന്നതാണ് ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്ക് അപ്പോഴാണ് ആലോചിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ 2 പാർട്ട് ഇന്ന് വായിച്ചിട്ട് കിടക്കാമെന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മിനി വ്ളോഗ്. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.